ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവും പല്ലവിയും കൂടി പല്ലവിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ പല്ലവി അകത്തേക്ക് കയറി വന്നു. അപ്പൊ പാറു ഓടി വന്നിട്ട് അമ്മേ ഇത് ആരാ വന്നിരിക്കുന്നേ നോക്കിയേ എന്ന് പറഞ്ഞു. ഓടി വന്നു, കെട്ടിപ്പിടിച്ചെന്ന് കരയാണ്. ആഹാ, അമ്മ എന്താ ചേച്ചി വന്നപ്പോ കരയാണോ ചെയ്യേണ്ടത്? ഒരമ്മയുടെ മനസ്സ് അറിയില്ല. മോള് തനിച്ചാണോ വന്നത് എന്ന് ചോദിച്ചു മൂന്ന മാഷ്. അല്ല, സേതു എണ്ണുണ്ടച്ച എന്ന് പറഞ്ഞു. ആഹാ, അല്ല ഇങ്ങോട്ട് കേറാൻ മടിയായതുകൊണ്ട് പുറത്ത് നിൽക്കുക. അതെന്തു പണിയാ മോളെ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ മാഷ് ഇതേ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ സേതു അവിടെ നിന്ന് ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ട് നിൽക്കാണ്. അപ്പൊ മാഷി എന്നിട്ട് അതെ, ഒരാൾക്ക് കൂടി ഇരിക്കാനുള്ള കസേരയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, അകത്ത് കേറി വാ. അയ്യോ മാഷെ കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം, കേറി വാടോ എന്ന് പറഞ്ഞ സേതുവിനെ സ്നേഹത്തോടു കൂടി തന്നെ മാഷ അകത്തേക്ക് ക്ഷണിക്കാണ്. മാഷിന്റെ കൂടെ സേതു അകത്തേക്ക് വന്നു കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ്. അല്ല, അച്ഛനും അമ്മയും കണ്ടിട്ട് ഒരുപാട് ദിവസമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാ ഒന്ന് പോയി കാണാൻ പറഞ്ഞത്, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. കൂടെ വന്നോന്നേ ഉള്ളൂ കേട്ടോ. അറിയാലോ, ആ ഇന്ദ്രൻ അവന് എന്തൊക്കെയാ എപ്പോഴാ ഓരോന്ന് ചെയ്യാന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ വന്നത്. അതേതായാലും നന്നായി, ഡിവോഴ്സ് കേസ് കഴിയണം എങ്കിലേ ഒരു സമാധാനം കിട്ടൂ. ഞാൻ ഒരു ചായ എടുക്കാം എന്ന് പറഞ്ഞു. അയ്യോ വേണ്ടമ്മേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്റെ വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കാതെ പോവാൻ പറ്റില്ല കേട്ടോ. പൊന്നുമടത്ത് കാരണത്തെ കാശില്ലെന്നേ ഉള്ളൂ. അതിഥികളെ സൽക്കരിക്കുന്ന കാര്യത്തില് ഞങ്ങളും ഒട്ടും പുറകിലല്ല. അല്ലാച്ചാ പിന്നല്ലാണ്ട. സേതു ഇരിക്ക എന്ന് പറഞ്ഞ സേതുവിനെ വിളിച്ചു. എന്നിട്ട് മാഷും രണ്ടുകൂടി ഇരിക്കുകയാണ്. അപ്പൊ ശോഭ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ബിസിനസ് എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല, ജോലി കിട്ടിയെന്ന് കരുതി പഠിത്തത്തിലൊന്നും ഉഴപ്പരുത്. നല്ലോണം പഠിച്ച് കുറെ കൂടി നല്ല ജോലി സമ്പാദിക്കണം എന്ന് പാറുവിനോട് പറഞ്ഞു. അതൊക്കെ ഏറ്റു, അതൊക്കെ വ്യക്തമായ ലക്ഷ്യമുണ്ട്, ഞാൻ നേടിയിരിക്കുക തന്നെ ചെയ്യും മിടുക്കി. അപ്പം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ എന്താ അമ്മ മിണ്ടാതെ? ഞാൻ എന്ത് മിണ്ടാനാ മോളെ, അതാ ഒരുപാട് ഒരാശിച്ച ആളാ ഞാന്. പക്ഷേങ്കില് എന്റെ ആഗ്രഹങ്ങളൊന്നും നടത്തി തന്നില്ലല്ലോ ദൈവം. അതാ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നിന്നത് എന്ന് അമ്മ വിചാരിക്കില്ലേ. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അമ്മേ, അതൊക്കെ അങ്ങനെ പോവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, പല്ലവിയുടെ ലൈഫ് അത് ഇവിടം കൊണ്ട് മാത്രം തീർന്നു എന്ന് അമ്മ ഒരിക്കലും കരുതരുത് എന്ന് പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ഡിവോഴ്സ് കഴിഞ്ഞാൽ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഭാവി പല്ലവിക്ക് എന്തായാലും ഉണ്ടാവാം. ഞങ്ങളൊക്കെ ഇല്ലേ സഹായത്തിന്, അതാ മോനെ ഏക ആശ്വാസം എന്ന് പറഞ്ഞു. മോനോട് അമ്മയ്ക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ എന്നോട് പറഞ്ഞു. പലരും പലതും പറയുന്നുണ്ട്, പക്ഷേങ്കില് കേട്ട് സഹിക്കാതായപ്പോ ഞാന് എന്റെ മോളോട് പോലും ഇവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, എന്ത് പറയാനാ, ഒരു ഭാഗത്ത് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ നോക്കുന്ന മോളെ കുറിച്ചുള്ള ആദി, പിന്നെ മറുഭാഗത്തോ അവളുടെ ജീവനെ കുറിച്ചുള്ള ആദി. അങ്ങനെ എത്രയെത്ര ആദികളാ. അങ്ങനെ ഞാനൊരു സാധാരണക്കാരിയാ മോനെ, അതുകൊണ്ട് സംഭവിച്ചു പോയതാ. മനസ്സിങ്ങനെ പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ആടിക്കളിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ശോഭ ഇങ്ങനെ കരയാണ്. സാധാരണക്കാരെ പോലെ മാത്രമേ എനിക്ക് പെരുമാറാനും ഒക്കെ അറിയുള്ളൂ, മറ്റൊന്നും അല്ല. മോനോട് എനിക്ക് ദേഷ്യമോ പരിഭവോ ഒന്നുമില്ല കേട്ടോ എന്നൂടെ പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, എന്റെ മോൾ എപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മോൻ മാത്ര എന്ന് സേതുവിനോട് പറഞ്ഞു. പിന്നെ എന്താ പറയാ, ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒരുപാട് പേര് എന്നാലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓരോന്നൊക്കെ പറയുമ്പോഴേ എന്തോ മനസ്സിനകത്ത് ഒരു വല്ലാത്തൊരു പ്രയാസം. അവർക്ക് പറഞ്ഞാ മതി, അനുഭവിക്കുന്നതേ ഞാനും എന്റെ കുടുംബമല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ എന്നൊക്കെ പറഞ്ഞ് ആള് സങ്കടപ്പെടാണ്. മോയിരിക്കെ, ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോഴേക്ക് പല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. പല്ലവി ഇങ്ങനെ നോക്കി ആരായെന്ന് സേതു ചോദിച്ചപ്പോ അറിയില്ല സേതു ഏട്ടാ, ഏത് പരിചയമില്ലാത്ത നമ്പരാ, എന്ന് താൻ എടുക്ക എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ മറ്റാരുമല്ല ഇന്ദ്രനാണ് വിളിക്കുന്നത്. അപ്പൊ ഫോൺ എടുത്തോണ്ടേ തന്നെ ഹലോ ടീച്ചറെ, ഞാനാ ടീച്ചറെ ഇന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പല്ലവി ഞെട്ടി. എന്ന് ചോദിച്ചു. എന്താ ടീച്ചറെ? അല്ല, വീട്ടിലിരുന്ന് പഠിച്ചോണ്ടിരുന്നപ്പം ഒരു സംശയം, തിരുത്താൻ വേണ്ടിട്ട് ഞാൻ പൊന്നുമടത്തിലേക്ക് ഒന്ന് വരാൻ തീരുമാനിച്ചു. സ്വാതിയുമായിട്ട് കമ്പയർ സ്റ്റഡി വെക്കാന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ ഞാൻ അവിടെ എത്തും. എന്റെ ക്ലാസ്മേറ്റ് സ്വാതിയുടെ വീടാണല്ലോ, എനിക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാലോ ടീച്ചറെ. പിന്നെ അത് മാത്രമല്ല, ടീച്ചർ പുറത്താണോ? എങ്കിൽ പിന്നെ വന്നാ മതി കേട്ടോ. ഞങ്ങള് സൗകര്യപൂർവ്വം പഠിച്ചിട്ടേ അതൊക്കെ ഞങ്ങള് എന്താന്ന് വെച്ചാൽ വീണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു.
അയാളാ ഇന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എല്ലാരും ഞെട്ടി. ഇപ്പൊ പൊന്നുമടത്തിലേക്ക് എത്താൻ പോവാന്ന് സ്വാതിയെ കാണാൻ. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടി തന്നെയാ സേതുവേട്ടാ. അതിന് അവൻ ഒരു കാരണവശാലും എന്റെ വീട്ടിൽ കയറരുത്. അതിന് മുൻപ് തന്നെ നമുക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു. വാ പല്ലവി എന്ന് പറഞ്ഞ സേതുവും പല്ലവിയും വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ ദുഷ്ടൻ, ആ ഭ്രാന്തൻ കാരണം എന്റെ കുഞ്ഞിനൊരു ഗ്ലാസ് വെള്ളം പോലും സമാധാനത്തിൽ കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ശോഭ. അപ്പൊ സേതുവും പല്ലവിയും കൂടെ പാഞ്ഞതേണ്ട ആ പൊന്നുമടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ദ്രൻ എന്റെ വാതിക്കെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാട്ടോ. അപ്പൊ ഇവരും വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി. ഈ സമയം ഇന്ദ്രൻ പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സ്പീക്കറിലിട എന്ന് സേതു പറഞ്ഞതനുസരിച്ച് സ്പീക്കറിലിട്ടു. ഹലോ, എന്താ? ആ വന്നോ നീയാ എന്ന് ചോദിച്ചു. നീ എത്തിയോ പല്ലവി മോളെ? ആഹാ, ഇന്ദ്രൻ കാത്തിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഞാൻ പൊന്നുമോളുടെ മുന്നിൽ എത്തിയിരിക്കുക. ഇനിയേ ഞാന് സ്വാതിയുടെ ബെഡ്റൂമിലിരുന്ന ഞങ്ങളിപ്പോ കമ്പൈൻ സ്റ്റഡി നടത്താൻ പോണത്. എന്തെങ്കിലും എതിർപ്പുണ്ടോ നിനക്ക്? ഡാ, നിന്നെ ഞാൻ കണ്ടടാ എന്ന് പറഞ്ഞു സേതു. ആ കണ്ടില്ലേ നീയെ? ഞാനും കണ്ടടാ നിന്നെ. ആ കാറിൽ നിന്ന് നീ ഇറങ്ങിയ നിന്റെ കാല് ഞാൻ വിട്ടു. അയ്യോ, അതൊക്കെ നിനക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ? എങ്കിൽ നീ കേട്ടോ, എടാ നീ എപ്പോഴും അവളുടെ ഒക്കത്ത് തന്നെയാണല്ലോ. ആ പറഞ്ഞിട്ട് എന്താ കാര്യല്ലേ? ആന പോകുന്നിടത്തൊക്കെ പാപ്പാനും പോണല്ലോ. അതല്ലേ എന്റെ ഒരു ശരി അല്ലേ? ശരിയല്ലേ? നിന്റെ ഒക്കെ സ്വസ്ഥത കളയാൻ വേണ്ടിട്ട് തന്നെയാടാ ഞാനിവിടെ വന്നത്. സമാധാനവും നഷ്ടപ്പെടുത്തണം. എന്റെ ഭാര്യയെ നീ സ്വന്തമാക്കി. അതിന് പകരമായിട്ട് നിന്റെ പെങ്ങളെ സ്വാതി ഉണ്ടല്ലോ, അവളെ ഞാൻ അങ്ങോട്ട് എടുത്താലോ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല സേതു. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഏത് പെണ്ണിന്റെയും മനസ്സ് കീഴ്പ്പെടുത്താനുള്ള ഒരു കഴിവ് എന്റെ കയ്യില് ഇപ്പോഴും ഉണ്ടടാ. നിനക്ക് സംശയമുണ്ടോ ആ കാര്യത്തില്? പക്ഷെ അത് ഞാൻ പ്രയോഗിച്ചാൽ നിന്റെ പെങ്ങള് സ്വാതി ഞാൻ പറയുന്നിടത്ത് നിൽക്കും. എങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, നീ ഒന്ന് ചെയ്ത് കാണിക്ക എന്ന് പറഞ്ഞു. ആ ചെയ്യാൻ തന്നെയാ എന്റെ തീരുമാനം എന്ന് പറഞ്ഞു. എങ്കിൽ നീ ചെയ്യാം. ഞാൻ പറയുന്നത് അനുസരിക്കുന്ന എന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്ന പെൺകുട്ടികളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കില് അവൾ അതിന് തയ്യാറായില്ല പല്ലവി. അതിനുണ്ടാ. പക്ഷെ സ്വാതി അവൾ അതിന് തയ്യാറാകും, അതെനിക്കറിയാം. എന്നാ നീ തയ്യാറാക്കടാ, എനിക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടിയുടെ പുറകിലിരുന്ന ഒരു കമ്പി കഷ്ണം ഉണ്ടായിരുന്നു. അവൻ അതങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഇറങ്ങാണ് വണ്ടിയിൽ നിന്ന്. ഇത് കണ്ടപ്പോഴത്തേനും ഇന്ദ്രൻ വേഗം വണ്ടി എടുത്ത് അങ്ങ് വിട്ടുപോവാണ് കേട്ടോ. ഇവിടെ ഫോണിലേക്ക് വിളിച്ചു. ഞാൻ ഒളിച്ചോടിയതൊന്നും അല്ല. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ നടന്നോ? എടാ സേതു, നീ എന്നെ അപമാനിച്ചു, വേദനിപ്പിച്ചു. അതുകൊണ്ട് നിന്നെ അതിനുള്ള ശിക്ഷ എന്താന്ന് നിനക്കറിയോ? നിന്റെ ഒന്നും ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സമാധാനം ഞാൻ തരില്ലടാ. നീ എവിടെ പോയാലും അവിടെ ഉണ്ടാവും ഞാനും നിങ്ങളുടെ പുറകെ ഒരു നിഴല് പോലെ, മരണം പോലെ. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് ഓടിക്കാനും മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് ഞാനുണ്ടാവും. എന്നാ പോട്ടടാ സേതു മാധവ. അയ്യോ അത് വേണ്ട. ആ എന്നാ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു കേട്ടോ. അപ്പൊ സേതുവിന് കാര്യം മനസ്സിലായി. അപ്പൊ സേതു കാലി പോണിട്ട് ആ കൈ ഇരുന്ന കമ്പി എടുത്ത് ഒരു ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. അപ്പൊ ഇതെടുത്ത് പല്ലവി നേരെ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് നേരെ അകത്തേക്ക് കയറി അങ്ങ് പോവാണ് കേട്ടോ. സേതുവിന് ഭയങ്കര ടെൻഷനാണ്. ആളെ വല്ലാത്ത ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, അവൻ വീട്ടിൽ വരെ കയറി കളിക്കാൻ തുടങ്ങി പല്ലവി. എനിക്ക് ഒരു സമാധാനവും കിട്ടണില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കാരണം ഞാനല്ലേ സേതുവേട്ടാ? ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് മാറുക. ഒളിച്ചോട്ടം അങ്ങനെയല്ലേ പല്ലവി എന്ന് ചോദിച്ചു. എടോ, അതിനെ സേതു മാധവൻ ചാവണം, മനസ്സിലായോ? ഞാൻ സേതുവേട്ടന്റെ ആരും അല്ലല്ലോ സേതുവേട്ടാ. എന്തിനാ സേതുവേട്ടാ എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത്? പല്ലവി, ആരുമല്ലാത്തവനായിരുന്നു ഈ ഞാനും. ഒരു തരത്തിൽ പറഞ്ഞ അനാഥൻ എന്ന് തന്നെ പറയാം. ഇപ്പോഴല്ലേ എല്ലാവരും വന്നത്. ഈ രക്തബന്ധം എന്നൊക്കെ പറയുന്നത് അതുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. കർമ്മബന്ധം അത് മാത്രമാണ് സത്യം, അത് മാത്രമാണ് ജീവിതം. അത് വിശ്വസിക്കുന്നയാളാ ഈ ഞാൻ എന്ന് പറഞ്ഞു. ഒരാൾ പ്രശ്നത്തിൽ പെട്ട നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കണം. അതാണ് എന്റെ ഒരു ആദർശം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പല്ലവി ഇവിടുന്ന് ഇറക്കിയിട്ട് എനിക്ക് ഒന്നും ഇവിടുന്ന് നേടാനില്ല. ഇന്ദ്രൻ എന്ത് വേണേ ചെയ്തോട്ടെ, നേരിടാൻ ഞാൻ തയ്യാറാ. പക്ഷെ സ്വാതിക്ക് എന്നോട് നീരസമുണ്ട് സേതുവേട്ടാ. അതുകൊണ്ടാ ആ ഇന്ദ്രനോട് അടുപ്പം കാണിക്കുന്ന അവള്. അത് പക്ഷെ അവളെ അപകടത്തിൽപ്പെടുത്തിയുള്ളൂ. പറഞ്ഞാ മനസ്സിലാവണ്ടേ സേതുവേട്ടാ? സേതു പറയാണ്, എന്നെ അവൾക്ക് ഇഷ്ടമില്ല. ഒരു ശത്രുവിനെ പോലെയാ അവൾ എന്നെ കാണുന്നത്. ഒരു വഴിയുണ്ട് സേതുവേട്ടാ, രണ്ടിനെയും രണ്ട് വഴിക്കാക്കാം എന്ന് പറഞ്ഞു. അവന്തിക കൂടെ നിൽക്കുമെങ്കിൽ എല്ലാം നടക്കും. അവള് കൂടെ നിൽക്കും, ഒരു സംശയമില്ല. ഞാൻ അവളോട് സംസാരിക്കാം. അപ്പൊ വേഗം തന്നെ സേതു അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കാണ്.
നീ ഉറങ്ങിയോ എന്ന് ചോദിച്ചു. ഇല്ല. എങ്കിൽ മോള് വീടിന്റെ ഫ്രണ്ടിലേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പം അച്ചു ഇതേണ്ട അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഈ രാത്രിയിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചു. മോളെ, ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് സ്വാതിയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് പല്ലവി ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് നിന്റെ സഹായം വേണം. നീ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. നീ ഉണ്ടാവില്ലേ കൂടെ? അത് പിന്നെ ഏട്ടാ ഞാന് എന്ന് പറഞ്ഞു. പേടിക്കണ്ട, ഒന്നും കൊണ്ടും പേടിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിച്ചാ മതി. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഋതികയുടെ സ്വഭാവം അറിയാലോ നിങ്ങൾക്ക്. എങ്ങാനും പിടിക്കപ്പെട്ടാലോ എന്ന് ഓർത്തു. അതോർത്ത് മോള് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എല്ലാം ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പല്ലവി ശ്രദ്ധിച്ചു കേട്ടോ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പല്ലവി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അച്ചു ഇങ്ങനെ കേട്ടിട്ട്, അത് കുഴപ്പാവോ? ഇല്ലെന്നേ, ഒരു കുഴപ്പമാവില്ല. അതെ, അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യണത്. ശരി, എന്നാ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എന്നാ നീ പോയിക്കോ, ഞാൻ പുറകെ വന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അച്ചു വായപ്പത്തേനും വേഗം ചോദിക്കുകയാണ്, വലിയേട്ടാ വല്ല കുഴപ്പമുണ്ടാവോ? ഒരു കുഴപ്പമുണ്ടാവില്ല, ഗംഭീരായിരിക്കും. അപ്പൊ ബെസ്റ്റ് സേതുവേട്ടൻ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? അപ്പൊ സേതുവിനൊരു മടിയുണ്ട്, ഇനി എന്തെങ്കിലും പ്രശ്നമാവോ എന്ന്. പിന്നെ ഗംഭീരമായിരിക്കും, ഗംഭീരം എന്ന് പറഞ്ഞ സേതുവും പുറകെ ചെല്ലുകയാണ്. അപ്പൊ നേരെ ഇവരുടെ റൂമിലേക്ക് ചെന്നു. അപ്പൊ അച്ചു അവിടെ നിന്നിട്ടുണ്ട്. അവളുടെ ഫോൺ എവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ സ്വാതിയുടെ ഫോണ് പതുക്കെ എടുത്തു കൊടുക്കുകയാണ് അച്ചു. അപ്പൊ ഇത് കണ്ട് എടുത്തു. എന്നിട്ട് ഫോൺ എടുത്ത് കൈ പിടിച്ചു. ഈ സമയത്താണ് ഋതു പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാനായിട്ട്. അപ്പൊ അച്ചു അവിടെ നിൽക്കണം. എന്താ, നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ബാത്റൂമിൽ പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറി കിടന്നു. ഈ ഋതിക എഴുന്നേറ്റ സമയത്ത് വേഗം തന്നെ നമ്മുടെ സേതുവും പല്ലവിയും കൂടി ഇതേണ്ട ഈ കട്ടിലടിയിലേക്ക് കയറുകയാണ് കേട്ടോ. എന്റെ പൊന്നോ, പെട്ടത് തന്നെ. ഷോ, ഇനിയിപ്പൊ എന്താ ചെയ്യുക? ആകെ പേടിച്ച് നിൽക്കണം അച്ചു. കയ്യിൽ നിന്ന് പോകുന്ന തോന്നുന്നത്. അതെ, നീ ഋതുവിന് ബാത്റൂമിൽ പോകാൻ കണ്ട ഒരു സമയം, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ആ ഫോണിനൊന്ന് അൺലോക്ക് ചെയ്യട്ടെ. അപ്പൊ വേഗം ഫോൺ അൺലോക്ക് ചെയ്തു. എന്നിട്ട് അതെ, അവർ രണ്ടുപേരുടെ നല്ല ചാറ്റിങ് നടക്കുന്നുണ്ട്. അപ്പൊ വേഗം കാണിച്ചേ എന്ന് പറഞ്ഞ വേഗം സേതു അത് വാങ്ങി. സേതു വാങ്ങിയിട്ട് ഞാൻ ഒന്നേ നോക്കട്ടെ. സേതുവട്ടാ ഇത് എന്ന് ചോദിച്ചു. അതെ, ഈ കട്ടിലടി കിടക്കുന്നത് പോലെ തന്നെയാ ഈ ഫോൺ ഒരാളുടെ ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? മോശം പരിപാടിയാ. അപ്പൊ അതെ, അവൾ എന്റെ പെങ്ങളാ, അതുകൊണ്ട് ഒരാങ്ങളെ നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ചു ആണെങ്കിൽ ഇങ്ങനെ തെപ്പ് നോക്കുകയാണ് കേട്ടോ. ഇനി രണ്ടാള് ഫോൺ ഉപയോഗിച്ച് എന്താ പറയാ സംസാരിക്കാൻ പാടില്ല, ചാറ്റ് ചെയ്യാൻ വേണ്ട, ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞ ആ ബ്ലോക്ക് ചെയ്യാണ് കേട്ടോ. ശരിയായോ എല്ലാം? ഓക്കെ സെറ്റ്. അപ്പോഴേക്കും ഋതു നേരെ അങ്ങോട്ടേക്ക് വന്നു. അതെ, നമ്മൾ ഇവിടെ കിടന്നാ മതിയോ? നമുക്ക് പോണ്ടേ? ഋതു ബാത്റൂമിൽ പോയേക്കുമല്ലേ, വരട്ടെ, അവള് തിരിച്ചു വന്ന് കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്തോ ഒരു ചൂടാ ഇവിടെ കിടന്നിട്ട്. സേതുവേട്ടാ, അതെ, ആദ്യം ആയതുകൊണ്ടാ. പിന്നെ പണ്ട് സേതുവേട്ടന് ഭയങ്കര ശീലമായിരുന്നു തോന്നുന്നല്ലോ. അതെ, ഞാന് കൂടെ കിടക്കാൻ പെണ്ണുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കില് ഇതുപോലെ കിടപ്പ് ഒരുപാട് കിടന്നിട്ടുണ്ട്. പാലത്തിന് താഴെ, കടവരാന്തയിലും അടുക്കളയിലും ഒക്കെ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒരു കാലം. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നത് സ്വാതിയുടെ. അയ്യോ, അപ്പൊ കട്ടിലടിയിൽ കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്. വേഗം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോഴേക്ക് സ്വാതി എഴുന്നേറ്റു. എന്റെ ഫോൺ എവിടെ എന്നിങ്ങനെ തപ്പുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഋതു ബാത്റൂമിൽ നിന്ന് വന്നു. ചേച്ചി, എന്റെ ഫോൺ കണ്ടിരുന്നോ? അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. ഞാനേ ഇവിടെ വച്ചിരുന്നതാ, ഇപ്പൊ സൗണ്ട് കേട്ടു. ഇവിടുന്ന് ആ സൗണ്ട് കേട്ടു. എനിക്ക് തോന്നേ ഈ കട്ടിലടിന്നാണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. എന്താ എന്ന് ചോദിച്ചു. അച്ചു വേഗം എഴുന്നേറ്റു. എന്താ, എന്റെ ഫോൺ കാണുന്നില്ല. ഇപ്പൊ ആരോ റിങ് ചെയ്തു. ഇപ്പൊ കട്ടിലടിന്നാണ് എനിക്ക് തോന്നണത്. ഈ പെണ്ണിന്റെ കാര്യം ഒന്ന് പോ. താഴെ ആരിയ്ക്കുന്നു, നീ ഒന്ന് പോ. അല്ല ചേച്ചി, ഞാൻ കേട്ടതാ. സ്റ്റോപ്പ്, ഇനിയിപ്പൊ സംശയം തീർത്താ പോരെ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു ഋതിക. നിക്ക് അവിടെ നിക്ക് എന്ന് പറഞ്ഞു അച്ചു. മൂത്തവരുള്ളപ്പോഴേ ഇളയവർ ഇതൊന്നും ചെയ്യണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വേഗം തന്നെ അച്ചു ഇറങ്ങി എന്ന് നോക്കുകയാണ്. കട്ടിലടിയിൽ ആര്? കട്ടിലടിയിൽ ആരുമില്ല, ശൂന്യം എന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഫോൺ എവിടെ പോയി? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഋതുവിന് വീണ്ടും ഒരു സംശയം. അല്ല, ആരും ഈ റൂമിലുണ്ട് കേട്ടോ. ആരുടെയോ പ്രസൻസ് ഉണ്ട്. എന്തോ ഒരു മണം ഫീൽ ചെയ്യുന്നുള്ളത് പോലെ തോന്നുന്നുണ്ട്. നിനക്ക് തോന്നായിരിക്കും. ഒന്നുകൂടെ കട്ടിലടി നോക്കാം.
റിതു പറയുന്നേറ്റ് കട്ടിലടി നോക്കുകയാണ്. അപ്പൊ പെട്ടു എന്ന് മനസ്സിലായി അച്ചുവിന്. അച്ചു ആകെ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരെയും കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് ഋതിക. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.